രണ്ടാം ദിവസം രാവിലെ കലാപരിപാടികളോടുകൂടി തന്നെ സമ്മേളനം ആരംഭിക്കും. അതിന് ശേഷം രാവിലെ ഒരു പ്രഭാഷണമാണ്. അത് പ്രഭാഷണം നടത്തുന്നത് കാലടി സർവകലാശാലയിലെ പ്രൊഫസറായിട്ടുള്ള അജയ് ശേഖറാണ്. ആ വിഷയമെന്ന് പറയുന്നത് കീഴടിയും പട്ടണവും തെന്നിന്ത്യൻ സംസ്കാര അടിത്തറകളും എന്ന വിഷയത്തിലാണ് അജയ് ശേഖർ പ്രഭാഷണം നടത്തുന്നത്. അതുപോലെ തന്നെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ അതാത് ജില്ലാ സെക്രട്ടറിമാരുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാവരും അവരുടെ ID കാർഡ്, ഈ ആധാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു ID കാർഡ് കൂടി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ കരുതിയിരിക്കണം. തസ്ലീമ നസ്രീനാണ് പങ്കെടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് പോലീസിൻ്റെ ഒരു സുരക്ഷാ ക്രമീകരണം ഉണ്ടാവും എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. കൃത്യമായി തന്നെ എല്ലാവരും ജില്ലാ സെക്രട്ടറിമാർ മുഖാന്തരം രജിസ്റ്റർ ചെയ്ത് ബാഡ്ജ് ഉൾപ്പെടെ ആയിട്ട് വേണം നമ്മൾ അവരവരുടെ ID കാർഡ്, ആധാർ കാർഡ് അടക്കമുള്ളത് കരുതി വേണം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടത്. അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ സമ്മേളനം നടക്കുന്ന ഈ കാലയളവെന്നൊന്ന് വളരെ ഇന്ത്യയെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി രാജ്യം ഭരിക്കുന്ന സംഘപരിവാറിൻ്റെ ആശയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഭരിക്കുന്നതും. നമ്മുടെ പല മേഖലകളിലേക്കും വിദ്യാഭ്യാസം, നമ്മളെ ചരിത്രങ്ങളെ തിരുത്തി എഴുതുന്നതടക്കം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും സംഘപരിവാറിൻ്റെ ആശയങ്ങളെ കടത്തി വിട്ടുകൊണ്ടാണ് ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സമ്മേളനം നടക്കുന്നത് എന്നുള്ളത് പ്രത്യേകതയാണ്. ഈ രാജ്യത്തെ ഒരു ഹൈന്ദവവൽക്കരണം, ഒരു ബ്രാഹ്മണ ആശയത്തിൽ, ബ്രാഹ്മണ ഐഡിയോളജി നടപ്പിലാക്കുക, അല്ലെങ്കിൽ ഒരു മനുസ്മൃതിയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഭരണഘടന നടപ്പിലാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി നാഗ്പൂരിൽ സംഘപരിവാറിൻ്റെ ആസ്ഥാനത്ത് നിന്ന് അവർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ളൊരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. നമ്മുടെ സമസ്ത മേഖലകളിലും, നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിലടക്കം ഇത്തരം പഴയ പുരാണങ്ങളിൽ പറയുന്ന കഥകളെയൊക്കെ, മിത്തുകളെയൊക്കെ, അതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങളെന്ന് കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ ചരിത്രത്തെയൊക്കെ മാറ്റി എഴുതിക്കൊണ്ട് അവരുടെ താല്പര്യങ്ങൾ, അതായത് ഇന്ന് രാജ്യം ഭരിക്കുന്ന ഹൈന്ദവ ഫാസിസ്റ്റുകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ചരിത്രത്തെയാകെ മാറ്റിമറിച്ചുകൊണ്ടാണ് പോകുന്നത്. സമസ്ത മേഖലകളിലും, നമ്മുടെ തൊഴിൽ മേഖലകളിൽ, നമ്മുടെ ദൈനംദിനമുള്ള ജീവിത മേഖലകളിൽ, നമ്മളെന്ത് വസ്ത്രം കഴിക്കണം, നമ്മളെന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ള നിലയിലൊക്കെ തന്നെ അവരുടെ കടന്നുകയറ്റം, നമ്മുടെ അടുക്കളയിൽ, നമ്മുടെ കിടപ്പറയിലടക്കം കടന്നു കയറുന്ന സംഘപരിവാറിൻ്റെ ആശയങ്ങൾ നടപ്പിലാക്കുന്ന, അത് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിലൂടെ 100 കള്ളങ്ങൾ 100-ലധികം പ്രാവശ്യം പറഞ്ഞ് അതിനെ യാഥാർത്ഥ്യമാണ്, സത്യമാണെന്ന് സാധാരണ ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്ന അവരുടെ ആ തന്ത്രം മെനഞ്ഞുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ സമ്മേളനം നടക്കുന്നത്. തീർച്ചയായും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ മതമുക്തമാക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യം ഞങ്ങൾ ഈ അവസരത്തിൽ ഉയർത്തുകയാണ്. വിദ്യാഭ്യാസ മേഖലയെ മതമുക്തമാക്കണം.